ദാ ആ ഓടി പോണതുണ്ടല്ലോ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തിലേക്കാണ് കേട്ടോ. വേപ്പിന്റെ ഇല പൊട്ടിക്കാൻ പോകുന്ന പോക്കാണ്. ശ്രീകുട്ടൻ അവിടെ താമരപ്പൂവൊക്കെ നിന്ന് വിരിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് താമരകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല വെയിൽ വേണം തോന്നുന്നു കുറേ താമര ഉണ്ടാവാൻ വേണ്ടിയിട്ട്. പല വിധത്തില് ബഹുവർണ്ണത്തില് താമരകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. ശ്രീയാണ് കേട്ടോ. നമ്മുടെ വീട് വെച്ചപ്പോ ഏറ്റവും ആദ്യമായിട്ട് വെച്ച ശ്രമിക്കട്ടോ, അത് പൊട്ടിക്കാൻ പോവാ. ഇത് നമ്മുടെ വീട് വെച്ചപ്പോൾ നമ്മൾ കുറച്ച് ചെടികളൊക്കെ നട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നതാണ് നമ്മുടെ ഈ ഒരു ചാമ്പ എന്ന് പറയുന്നത്. അതുമ്പോൾ ഇതേ നിറച്ച് പൂവുണ്ടായി. ശ്രീകൂട്ടൻ്റെ ആദ്യത്തെ പൊട്ടിച്ചു. ഇതേ കണ്ടോ, നിറച്ചിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് സത്യം പറഞ്ഞ ഒരു ചെടി ഇങ്ങനെ വന്ന് മൂടി ഉണ്ടാവാണ്ട് കിടക്കാമോ. നമ്മളപ്പോൾ സത്യം പറഞ്ഞാൽ പൊട്ടിക്കാൻ വന്നത് ഇന്നത്തേക്ക് വേണ്ട നമ്മുടെ ഈ വേപ്പിൻ്റെ ഇലയാണ്. നമുക്ക് ഒരു തണ്ടിങ്ങനെ ഒടിച്ചിട്ടു ഇന്നത്തെ ദിവസം നമുക്ക് ഇവിടെ ആരംഭിക്കാം സുഹൃത്തുക്കളെ. കഴിഞ്ഞ കുറെ വർഷങ്ങളായി പറയുന്നെങ്കിലും ഒടുവിൽ ആ തീരുമാനത്തിൽ എത്തിച്ചേർന്നത് കൊച്ചപ്പച്ചനാണ്. നമുക്കിന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ ഡാൻസ് ക്ലാസ് ഉണ്ട് കേട്ടോ. കുച്ചിപ്പുടിയും അതുപോലെ തന്നെ മോഹിനിയാട്ടവും ക്ലാസ്സും കമ്പൈൻ ചെയ്തിട്ടാണ് ഇന്ന് നമുക്കുള്ളത്. ഉച്ച വരെ മോഹിനിയാട്ടം, ഉച്ച കഴിഞ്ഞിട്ട് കുച്ചിപ്പുടിയാണ്. അപ്പോൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് കുറുമക്കറിയാണ് വെക്കുന്നത്. പൂരി നമ്മൾ ഇന്നലെ തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. മേടിച്ചെന്ന് വെച്ചാൽ നമ്മുടെ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ സവോളയും പച്ചമുളകും ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ടേ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അത് നമ്മുടെ പനീർ വറുത്ത ഒരു പാനാണ് കേട്ടോ. അപ്പോൾ പനീർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ശ്രീകുട്ടൻ്റെ കുറുമക്കറി കഴിക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ഉപ്പും മുളകൊക്കെ പുരട്ടിയൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാകെ പൊടിഞ്ഞു പോയായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ആ എണ്ണയിൽ തന്നെ കുറച്ച് മുഴുവൻ മസാലയും കടുകും പൊട്ടിച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഈ കഷ്ണങ്ങൾ അതിൽ ഇട്ട് കൊടുത്തിട്ട്, പിന്നെ ആ പനീർ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ ആ ഒരു എന്താ പറയുക, നമ്മുടെ ഉരുളക്കിഴങ്ങും സവോളയും സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. ചിക്കനും ബീഫും ഒക്കെ ഇട്ട് കൊടുക്കാം. വേറെ മസാലയോ നാളികേരം പാലോ ഒന്നും വേണ്ട. ആ ഉരുളക്കിഴങ്ങും ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കട്ടിയായിട്ടുള്ള കുറുമക്കറി കിട്ടും കേട്ടോ. പിന്നെ കുരുമുളകും ആ ഒരു ഗരം മസാലയുടെ ടേസ്റ്റും കൂടി ആകുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പൂരി ഉണ്ടായിരുന്നത്. 40 രൂപയുടെ ഒരു പാക്കറ്റിൽ നമുക്ക് 10 പൂരി കിട്ടും കേട്ടോ. നമുക്കിവിടെ അധികമാണ് അത്. വൈകുന്നേരമായിട്ടും കഴിഞ്ഞിട്ടുണ്ടായില്ല. ആ ഒരു 2-3 ഭാഗ്യം കഴിക്കുകയാണ്. എല്ലാവരോട് ചിലപ്പോൾ ഭാഗ്യം കഴിക്കൂല. എന്നാലും ശ്രീകുട്ടനും ഞാൻ അത് കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ പൂരിയൊക്കെ സെറ്റാക്കി വന്നു. എന്തുണ്ടാക്കി നോക്കിയാലും ഈ മണം നോക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, അതെനിക്ക് ജന്മനാ ഉള്ളതാന്ന് അമ്മ പറയാറുണ്ട്. അമ്മേനെ ഇടയ്ക്കിടയ്ക്ക് നീ വല്ല പോമറേനിയനോ ആൽസ്ലേഷ്യൻ നായൊക്കെയാണോ ചോദിക്കാറുണ്ട് ഈ മണം കേൾക്കാൻ നോക്കുമ്പോൾ. എനിക്ക് ആ മണം ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ ആ രുചി അതിലെങ്ങോട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറയണത്. ചിലർ ഉപ്പൊക്കെ നോക്കി പറയാം അത്ര മണത്തിലൂടെ. അതൊന്നും പറ്റില്ല നമ്മളെ കൊണ്ട്. എന്നാലും നല്ല കറിയാണെങ്കിൽ നല്ല മണം വരുന്നത് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കാലത്തെ നമ്മുടെ വിഭവമായിട്ടുള്ള കുറുമക്കറിയും പൂരിയും കഴിച്ച് നമുക്ക് ഡാൻസ് ക്ലാസ്സിൽ പോവാം കേട്ടോ. ഹായ്, ഗുഡ് മോർണിംഗ്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. കാണാൻ ഭംഗിയില്ല, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. കുറുമക്കറിയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ കളറ് കുറവുണ്ടപ്പോഴേ ഭാഗ്യൻ എന്നെ പേടിച്ചിട്ടാന്ന് തോന്നുന്നുണ്ടേ. പെട്ടെന്ന് തന്നെ പറഞ്ഞു ആ അടിപൊളിയുണ്ട് അടിപൊളിയുണ്ടെന്ന്. എന്താ അല്ലേ? ഇതൊന്നും ഒരു കൂടുതലല്ല, കുറയ്ക്കേ. വെയിൽ വരുന്നേക്കാൾ മുന്നേ പരിപാടികളൊക്കെ തീർക്കണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷെ അതികൊടൂരമായ വെയിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു സൺസ്ക്രീനൊക്കെ ഇട്ട് പുറത്തിറങ്ങാമെന്ന് വിചാരിക്കുകയാണ്. എൻ്റെ പൊന്നെ ഇതൊരു വെയിലാലേ. അപ്പോൾ നമുക്കിനി കുറച്ച് നേരം പുറത്തെ പരിപാടികളാണ്. അപ്പോൾ എന്തായാലും പുറത്തേക്ക് ഈ കൊടൂരമായ വെയിലത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ ഇതാ പിടിച്ചോ, അടിപൊളി സൺസ്ക്രീൻ. ഇത് നമ്മുടെ അക്വാളജിക്കയുടെ ഇലുമിനേറ്റ് പ്ലസ് APF സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഫസ്റ്റ് എവർ സൺസ്ക്രീൻ വിത്ത് SPPF ആണ്. അതായത് സൺ പ്രൊട്ടക്ഷനും ഉണ്ട്, പൊല്യൂട്ടൻ പ്രൊട്ടക്ഷനും ഉണ്ട്. അക്വാളജിക്കയുടെ ഈ ഒരു സൺസ്ക്രീനിലുള്ള ടെക്നോളജി എന്ന് പറയുന്നത് APF ആണ്. അതായത് ആൻറ്റി പൊല്യൂട്ടൻ ഫാക്ടർ എന്ന് പറയും. അതുപോലെ തന്നെ APF ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ 80% പ്രൊട്ടക്ഷൻ നമ്മുടെ എൻവയോൺമെന്റൽ പൊല്യൂട്ടൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഇലുമിനേറ്റ് ആണ്, ഡ്യൂയി സൺസ്ക്രീൻ ആണ്. അത് കാരണം കൊണ്ട് നമുക്ക് നല്ലൊരു ലൈറ്റ് വെയിറ്റ് ആണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. വൈറ്റ് കാസ്റ്റ് ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ. ആൽഫ ആർബുട്രിൻ എന്ന് പറയുന്നത് നമ്മുടെ ഈവൻ സ്കിൻ ടോൺ ആക്കാൻ വേണ്ടിയിട്ടും വൈൽഡ് ബെറീസ് സ്കിൻ ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ടും നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. APF അല്ലാതെ തന്നെ SPF 50 അതുപോലെ തന്നെ PA4+ ഉണ്ട് കേട്ടോ.
ഇലുമിനേറ്റ് പ്ലസ് ഡ്യൂയി സൺസ്ക്രീനെ നമുക്കൊരു ബോഡി സ്പ്രെഡ് ആൻഡ് സൺ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ സ്കിന്നിനെ ടാൻ ആക്കാതെ സൂക്ഷിക്കുന്നുണ്ട്. ഈ ഒരു ഈവൻ സ്കിൻ ടോൺ നിലനിർത്താനായിട്ടും ഒരു ഡ്യൂയി സ്കിൻ നമുക്ക് തരാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അക്കോളജിക്കാരെ വെബ്സൈറ്റിൽ നമുക്ക് 20% ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. നമ്മുടെ കോഡ് BHAPPY2025 എന്നാണേ. ആമസോണിലും നൈക്കയിലും ഫ്ലിപ്കാർട്ടിലും പർപ്പിളിലും ഒക്കെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് കേട്ടോ. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പതുക്കെ നമ്മുടെ പരിപാടിയിലേക്ക് കടന്നാലോ. ഇന്ന് നമുക്ക് ചെടിത്തോട്ടത്തിലാണ് പരിപാടി ഉള്ളത്. കുറച്ച് വൃത്തിയാക്കാനും അതുപോലെ തന്നെ വെയിലത്തുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ സ്കിൻ നല്ല പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കട്ടെ അല്ലേ. അത്യാവശ്യം ഗംഭീര ചൂടാണ്. സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങിക്കോളോട്ടോ. അന്ന് നമ്മുടെ ഈ മനോഹരമായ കൈമത്തെ നഖങ്ങളൊക്കെ പോവാനാണ് യോഗം എന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഈ സൈഡാക്കി പോലെ അപ്പുറത്തെ സൈഡാക്കാൻ പോവാ. ഇന്നലെ നമ്മൾ ഈ സൈഡാണല്ലോ വൃത്തിയാക്കിയത്. ഇന്നിപ്പോ ഈ സൈഡ് വൃത്തിയാക്കണം. എന്റെ അസിസ്റ്റന്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ എന്റെ അസിസ്റ്റന്റിനെ. ഒരു ദേവാനന്ദ് ഭാഗ്യരാജ് ഉണ്ട്. ആളെ സമയം എത്തും. ഇപ്പൊ വെറും ഭാഗ്യരാജ് മോഹനൻ ആളാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് ഈ ഒരു ഏരിയ സെറ്റ് ആക്കണം. അതിലത്തെ ചെടികളൊക്കെ ഭാഗ്യം പറിച്ച് നടന്നാ പറയണം. വേറെ എവിടേക്കെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറത്തേക്ക് വെക്കുക, അപ്പുറത്ത് ഇപ്പുറത്ത് വെക്കുക. ഇതെങ്ങനെ നിങ്ങൾക്ക് പണി ഭാഗ്യം? ഞാൻ വല്ലതും പറഞ്ഞാൽ കുറച്ച് കൂടി പോകും. അല്ല പിന്നെ ചേട്ടന്മാരെല്ലാവരും വാഴയിലാണ് കേട്ടോ പണി. ഇവിടെ നമ്മുടെ അടുത്തുള്ളവർക്കൊക്കെ കൃഷിയായ കാരണം കൊണ്ട് ഞാൻ പറയാറുണ്ടല്ലോ നമ്മുടെ വീടിന്റെ അവിടെ ഉള്ളവർക്കൊക്കെ കൃഷിയാണെന്ന്. അപ്പൊ എല്ലാവരുടെ കൃഷി സ്ഥലങ്ങളിലും ഇപ്പൊ വാഴ കൊലയ്ക്കുന്ന സമയമാണ്. ഇപ്പൊ കൊലവളമൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ പറമ്പുകളിലും. അത് കാരണം കൊണ്ട് ഈ വക പരിപാടികളൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് ഇഷ്ടം. അപ്പോഴാണ് ഒരു ചാമ്പ് പൂത്തത് കണ്ടത്. ആപ്പിൾ ചാമ്പ പൊട്ടിക്കാം. പഴുത്തിട്ടൊന്നുമില്ല, ആക്രാന്തം കൊണ്ട് പൊട്ടിക്കുന്നത്. എന്തൊരു വലുതാടാ. പൊട്ടിക്കട്ടെ. മധുരണ്ട വലിയ മധുരല്ല, അതതിനാവണുള്ളൂ. നമുക്ക് കൊടുക്കും. ഈ ചാമ്പത്തൈ വെച്ചിട്ട് ഏകദേശം ഒരു 2 വർഷം ഉണ്ടാവണുള്ളൂ കേട്ടോ. നമ്മുടെ വീട് പണി കഴിഞ്ഞ അവസരത്തിൽ ചേച്ചി കൊണ്ട് നട്ടതാന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ നാത്തൂൻ ചേച്ചി ഉണ്ടല്ലോ, രേഖേച്ചി കൊണ്ട് നട്ടതാന്ന് തോന്നുന്നുണ്ട് ഈ തൈ. അപ്പോൾ എനിക്ക് അത് എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ചാമ്പയ്ക്കൊക്കെ പൊട്ടിച്ച് തിന്ന് നമ്മുടെ വീട്ടിൽ നമ്മുടെ കൈ കൊണ്ട് നമ്മുടെ വേണ്ടപ്പെട്ടവർ എന്തെങ്കിലുമൊക്കെ വെച്ച് അതിനൊക്കെ കായ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഫീലല്ലേ. അപ്പോൾ ഞാൻ വീട്ടിൽ ഡെൽസി ആൻറ്റിക്കൊക്കെ പൊട്ടിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ ആസ്വദിച്ചിരിക്കുന്നതിനിടയിൽ നമുക്ക് ഡാൻസ് ക്ലാസ്സിൽ പോകേണ്ട ഭാഗ്യമാണെന്ന് ചോദിച്ചപ്പോൾ ബാക്ക് ടു വർക്കിലേക്ക് ഞങ്ങൾ 2 ആൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഭാഗ്യ എന്നല്ലാട്ടോ വിളിക്കുക. ഭാഗ്യന്ന് വിളിക്കുന്നതാണ് ഭാഗ്യന് ഇഷ്ടം എന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചേട്ടാന്നൊക്കെ വിളിക്കാറുണ്ട്. പക്ഷെ ഇതൊക്കെ കൂടി കലർത്തിയിട്ടൊരു വിളിയാണ് ഞങ്ങളുടെ. ഭാഗ്യൻ ഇങ്ങനെ മോനെ എന്ന് വിളിക്കുമ്പോൾ അത്ര സന്തോഷത്തോടെ കൂടെ വിളിക്കുമ്പോൾ നിങ്ങൾ എന്താണ് റെസ്പെക്റ്റ് ഇല്ലാണ്ട് ഭാഗ്യാന്ന് വിളിക്കുന്നതിന് കുറെ കമന്റുകളൊക്കെ വരാറുണ്ട്. ഈ വിളിയിലൊക്കെ എന്തിരിക്കണു, മനസ്സിൻ്റെ ഉള്ളിൽ നിന്നാണ് റെസ്പെക്റ്റും അതുപോലെ തന്നെ കാര്യങ്ങളും. ഈ വിളിയിലൊന്നും ഒന്നുമില്ലാന്ന് പണ്ടൊക്കെ ചിന്തിച്ചിരുന്നു നമ്മൾ ചേട്ടാന്നൊക്കെ വിളിക്കണമെന്ന്. പണ്ട് ഞാൻ ഭാഗ്യനെ രാജുവേട്ടാന്നാണ് വിളിച്ചിരുന്നത്. ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പം ഏട്ടാന്ന് വിളിക്കുന്നതൊക്കെ എപ്പോഴും ഏട്ടാന്നാണ് വിളിക്കുക. പക്ഷെ സ്നേഹം കൂടുമ്പോഴാണ് ഈ ഭാഗ്യ എന്നുള്ള വിളി വരുന്നത്. ഭാഗ്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്കി എന്നുള്ള അർത്ഥം. അങ്ങനെ നമ്മൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞു നിൽക്കല്ലേ. ഇവിടുത്തെ ഗ്രോ ബാഗൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി, അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി. ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ഇപ്രാവശ്യം ഗ്രോ ബാഗിലത്തെ കൃഷിയൊന്നും അത്ര വലിയ സക്സസ്ഫുൾ ആയില്ല കേട്ടോ. വഴുതനങ്ങൊക്കെ നന്നായി വന്നു, പച്ചമുളക് നന്നായി വന്നു. പക്ഷേ തക്കാളിയൊക്കെ പോവാണ് ചെയ്തിട്ടുണ്ടാ. അപ്പൊ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് എന്നാ തോന്നുന്നു അതിന്റെ പേര് കേട്ടോ. നല്ല ഭംഗിയിൽ പൂത്തുലഞ്ഞിട്ടില്ല, ബുഷിയായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇങ്ങനെ ഇളകൾ പൊട്ടിയിട്ടേ അവിടെ അങ്ങനെ നല്ല ഭംഗിയിൽ നിൽക്കേണ്ടത്. എന്തൊരു ഭംഗിയായിരുന്നു ആ ചെടികൾ അവിടെ നിൽക്കണ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ എൻ്റെ അടുത്ത അസിസ്റ്റന്റ് ആയിട്ടുള്ളത് ദേവാനന്ദ് ഭാഗ്യരാജ് വന്നിട്ടുണ്ട്. ശ്രീകുട്ടന്റെ പേരെന്താണെന്ന് ചോദിക്കാറുണ്ട് കുറെ പേര്. ശ്രീകുട്ടന്റെ പേര് ദേവാനന്ദ് എന്നാണ്. ദേവാനന്ദ് ഭാഗ്യരാജ് കൊല്ലംപറമ്പിൽ, അങ്ങനെയാണ് ആളുടെ പേര്. അപ്പൊ ആളാണ് എൻ്റെ പെയിന്റ് അടി ആയിട്ടുള്ള അസിസ്റ്റന്റ് വന്നിരിക്കുന്നത്. ആളിതായി എനിക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ പെയിന്റ് അടിച്ച് തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം, കുറച്ച് പെയിന്റ് ഒക്കെ നമ്മുടെ ചെടികൾക്കൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ചെയ്യുന്ന ജോലി അത്യാവശ്യം നല്ല വൃത്തിയിൽ ചെയ്യാനായിട്ട് ഞാൻ പറയും. ഭാഗ്യന്റെ അടുത്തായാലും ശ്രീകുട്ടന്റെ അടുത്തായാലും അത് കുഞ്ഞു ജോലിയായാലും ഭംഗിയിൽ ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വീണ്ടും അതിൻ്റെ പേരിൽ ഒരുപാട് പണിയെടുക്കേണ്ടി വരില്ല എന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. അത് ചെറുപ്പം തൊട്ടേ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത് നല്ലതായിരിക്കും. ഫൈനലി ഈ കാണുന്ന രീതിയിലാണ് നമ്മുടെ വീടിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങൾ വരുന്നത്. ഇനിയിപ്പോൾ കുറച്ചും കൂടി ചൂടൊക്കെ വരുമ്പോഴേ ഈ നനയൊക്കെ കൂടുമ്പോൾ ഇഴജന്തുക്കളൊക്കെ ചുരുണ്ട് കൂടി കിടക്കാൻ ചാൻസ് ഉണ്ടല്ലോ. അതാണ് നമ്മൾ മാറ്റിയത്. മാത്രമല്ല വിഷുവല്ല വരുന്നത്, വീടിൻ്റെ ചുറ്റൊക്കെ ഭംഗിയാക്കണ്ടേ. കുഞ്ഞു ഏരിയകൾ നമുക്ക് നല്ല ഭംഗിയാക്കി എടുക്കാം വളരെ കുറച്ച് സമയം കൊണ്ട് നല്ല രീതിയിൽ. അതാണ് നമ്മുടെ ഈ
ഇപ്രാവശ്യത്തെ വിഷുവിൻ്റെ ഒരുക്കങ്ങളിലേക്കുള്ള ഏറ്റവും വലിയ മുൻതൂക്കം. ചെടികളുടെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ ടൈം വളരെയധികം കുറയ്ക്കാൻ പറ്റും. ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യലും അതുപോലെ തന്നെ യൂട്യൂബിൽ വീഡിയോസ് കണ്ടിരിക്കലൊക്കെ വളരെ കുറവാണ്. കാരണം നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ജോലിയാണല്ലോ. അത് കാരണം കൊണ്ട് നമുക്ക് നമ്മുടെ ഈ ബ്രെയിൻ ഡാമേജ് ഉണ്ടാവില്ല എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് കാര്യങ്ങളല്ല പ്രത്യേകിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരു കാര്യത്തിലല്ലേ. അങ്ങനെ നമ്മൾ പെയിൻ്റ് ഒക്കെ കഴിഞ്ഞ് ചെറിയൊരു കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് ഡാൻസ് ക്ലാസ്സിലേക്കാണ് കേട്ടോ. എനിക്ക് 11 മണിയൊക്കെയായിരുന്നു ഡാൻസ് ക്ലാസ്. ശ്രീകുട്ടൻ പിന്നിൽ അങ്ങനെ കിടന്നുറങ്ങും. നമുക്ക് 1.5 മണിക്കൂറുണ്ട് ഇവിടുന്ന് തൃശ്ശൂർക്ക് പോകാൻ വേണ്ടിയിട്ടേ. അങ്ങനെ ഇന്ന് മോഹിനിയാട്ടം ക്ലാസ്സിലേക്കാണ് ആദ്യം ജോയിൻ ചെയ്തത്. ആയിഷ ടീച്ചറാണ് കേട്ടോ മോഹിനിയാട്ടം ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ക്ലാസ് ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്, ലാസ്റ്റ് ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കുച്ചിപ്പുടി സെക്ഷൻ. സൗമ്യ ടീച്ചറാണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾ താളം അടിച്ച് പറയലൊക്കെ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞ കുറച്ച് ടഫാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിലബസുകളിൽ നിന്നൊക്കെ. ഞാൻ പറയുന്നത് ഇത് പുറത്തേക്ക് വരുന്നത് പോലെ ഇതും കണ്ടോ 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 രണ്ടും ഒരേ മാസത്തേക്ക് തന്നെയാണ്. രണ്ടും ഇങ്ങനെ നോക്ക്, രണ്ടും പുറത്തേക്ക് കണ്ടോ, രണ്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. അതാണ് നമ്മൾ ആദ്യം വിചാരിക്കുന്നത്. ഒരു അടവ് എനിക്കത് കിട്ടി. പക്ഷെ ഹെഡ് ടു നമ്മുടെ കാല് വരയ്ക്കുള്ള പൊസിഷൻസ് വൃത്തിയായോന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. അത് ചെയ്താലേ നിങ്ങളുടെ പെർഫെക്ഷൻസ് കൂടുള്ളൂ. നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു അടവ് കിട്ടിയാൽ പിന്നെ ഒരു കാര്യം കൂടി, ഇത് കഴിഞ്ഞാലും നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ എവിടെ കുച്ചിപ്പുടി പഠിക്കാൻ പോയാലും അടവുകൾ മസ്റ്റായിട്ട് ചെയ്യണം. ഒരു ടീച്ചർ അടവ് കളിപ്പിക്കുമ്പോൾ അടവൊക്കെ തീരട്ടിട്ട് ഞാൻ ക്ലാസ്സിൽ ചെല്ലാമെന്ന് വിചാരിച്ചാൽ ഒരു കാരണവശാലും നിങ്ങളുടെ പെർഫോമൻസ് ഒരു ഭംഗി മനസ്സിലാക്കുക. അടവ് ചെയ്ത് ചെയ്ത് തറമായാൽ തന്നെയാണ് നിങ്ങളുടെ ബോഡിയിൽ അതിൻ്റെ മാറ്റങ്ങൾ വരുന്നത്. ഒരു 4-5 കൊല്ലം അടവുകൾ ഐറ്റമൊക്കെ പഠിച്ചോ, പക്ഷെ ഐറ്റം പഠിക്കുന്നതപ്പോൾ അടവുകൾ പിന്നെയും പഠിക്കുക, ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഏത് സാധനം വേണമെങ്കിലും ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അടവുകൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നതാണ് ടീച്ചർ പറഞ്ഞത് കേട്ടോ. സത്യമാണ്. നല്ല അടവുകൾ വഴക്കമുള്ളവർക്ക് നന്നായി ഡാൻസ് കളിക്കാൻ പറ്റും. നമ്മളുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചു. തജം തത്വം. ശ്രീ എവിടെയാണ് ഡാൻസ് പഠിക്കണമെന്ന് ഒരുപാട് കമൻറ്റ് വരാറുണ്ട്. ഞാൻ തൃശ്ശൂരാണ് പഠിക്കുന്നത് കേട്ടോ. പ്രാചീന കലാകേന്ദ്രയിലാണ് പഠിക്കുന്നത്. ഞാൻ പഠിക്കുന്നത് കുച്ചിപ്പുടിയും ഭരതനാട്യം മോഹിനിയാട്ടം ഡിപ്ലോമ കോഴ്സാണ്. 2 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കുച്ചിപ്പുടിയുടെ ടീച്ചർ, സൗമ്യ ടീച്ചർ എന്ന് പറയും. മോഹിനിയാട്ടത്തിന് ആയിഷ ടീച്ചറും RLV സാറായിരുന്നു, രാമകൃഷ്ണൻ സാറായിരുന്നു. പിന്നെ അനുപമ ടീച്ചറുണ്ട്. നമുക്ക് മെയിനായിട്ടുള്ള ടീച്ചർ അനുപമ ടീച്ചറാണ്. പക്ഷേ 2-3 ക്ലാസ്സിനാണ് ടീച്ചർ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പഠിപ്പിച്ചു തന്നത് സൗമ്യ ടീച്ചറാണ്. പിന്നെ നമുക്ക് സനീർ സാറുണ്ട്. സനീർ സാറും സുദർശന സാറാണ് ഭരതനാട്യം പഠിപ്പിക്കുന്നത്. നല്ല ഗുരുക്കന്മാരെ കിട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബ്ലെസ്ഡ് ആണ് കേട്ടോ. ഞാൻ 5ാം ക്ലാസ് തൊട്ട് ഒരു 8-9 ഒക്കെ വരെ ഡാൻസ് പഠിച്ചിട്ടുള്ള കാരണം കൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ബേസ് ഇല്ല. ഫണ്ടമെൻ്റൽ ഇല്ലാണ്ട് നമ്മൾ ഡാൻസിന് ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ല. താളവും ഭാവവും രസവും ഒക്കെ നല്ല രീതിയിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാൽ മാത്രമാണ് നല്ലൊരു ഡാൻസർ ആവാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഇൻബിൽട്ട് ആയിട്ടൊരു കഴിവുണ്ടാവും. അതാണ് നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്ന ഡാൻസ് എന്ന് പറയുന്നത്. ഇതൊന്നും അല്ല കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ
നല്ല രീതിയിൽ പഠിച്ചിറങ്ങുമ്പോൾ കുറച്ചുകൂടി വെപ്രാളം കുറച്ചിട്ടൊക്കെ എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും പറയാറുണ്ട് ശ്രീ ഡാൻസ് കളിക്കുമ്പോൾ ഒരു വെപ്രാളാണെന്ന്. അത് നമുക്ക് അറിയാത്ത കാരണം കൊണ്ടായിരിക്കാം നമുക്കത് ശരിയാക്കി എടുക്കാനുള്ള ഒരു വെപ്രാളം നമ്മുടെ ആ ഒരു കയ്യിലും കാലിലും ഒക്കെ കാണുന്നതായിരിക്കാം ഒരു സ്പീഡായിട്ട് മാറുണ്ടാവാന്ന് തോന്നാറുണ്ട്. ശരിയാക്കി എടുക്കണമല്ലോ, അതിനാണല്ലോ നമ്മൾ ഇതുപോലെ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ടൈറ്റ് ഷെഡ്യൂളിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് ഡാൻസ് ക്ലാസ്സിലേക്ക് പോണതൊക്കെ. ഈ സ്കെഡ്യൂൾ എനിക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് വരുമ്പോഴേ ഞാൻ എൻ്റെ ആ ഒരു സ്വപ്നത്തെ ഞാനിങ്ങനെ കുറച്ചിങ്ങനെ പൂജിച്ചെടുക്കും. അപ്പം എനിക്ക് എവിടെ നിന്നൊക്കെയോ സമയം വരും, ഇൻട്രസ്റ്റും വരും, മുന്നോട്ട് പോകും. എൻ്റെ സുന്ദരിക്കുട്ടി സൗമ്യ ടീച്ചറില്ലേ, ടീച്ചർ ഇങ്ങനെ ഡാന്നൊക്കെ വിളിച്ച് ഡാൻസ് പഠിപ്പിക്കുമ്പോഴേ നമ്മൾ അറിയാണ്ട് അങ്ങോട്ട് അതിലങ്ങോട്ട് ഇൻവോൾവ്ഡ് ആയി പോകും. അങ്ങനെ ഒരു 6-7 മണിയൊക്കെ ആയി നമ്മുടെ ക്ലാസ് കഴിഞ്ഞപ്പോൾ. പിന്നെ നമ്മൾ ഫെജിയെ പോയി. ഉണ്ണിയെ കൊണ്ടുവരാൻ വന്നു. പാവം തോന്നിട്ട് വന്നതാണ് കേട്ടാ. കാലത്ത് പോയത് ഇവിടെ കാവലിരിക്കാൻ തുടങ്ങിയിട്ട് എന്തോരം നേരമായിരുന്നു വിചാരിച്ച 5 മണിക്ക് കഴിയുന്നു. അങ്ങനെയാണ് സ്നേഹമുള്ള ഭാര്യയോട് ഭർത്താക്കന്മാര്. ആ കാലത്ത് പോയ ഞാനും തേച്ചൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നെ തേച്ചുടക്ക് വെച്ചെറുപ്പാട്ടാ. ഇതൊക്കെ വെള്ളം വിശർത്ത വെള്ളം. എൻ്റെ പുളി ഇറങ്ങിയതാ പുളി. ആ ഇവിടൊക്കെ കുത്തിച്ച് വിളിക്കുന്നത്. ഇതാണ് നമ്മുടെ തൃശ്ശൂർ റൗണ്ട്, നമ്മുടെ അഹങ്കാരമായ തൃശ്ശൂർ റൗണ്ട്. കണ്ടാ പൂരാകുമ്പോഴേക്കും ചുറ്റും അതിലൊക്കെ അടിപൊളിയാക്കി സെറ്റപ്പ് ആക്കിയത്. തേക്കിങ്കാട് മൈതാനം കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടാണ് കേട്ടോ. ഇത് ഓപ്പോസിറ്റ് സൈഡാണ്. നമുക്കിപ്പോൾ ഇവിടെ എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്തു. പൂരാവുന്ന സമയത്ത് എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പൊ നിറച്ച് എക്സിബിഷൻ യന്ത്രൂഞ്ഞാലൊക്കെ കറങ്ങണുണ്ടോ ഉള്ളില്. അപ്പൊ നമുക്ക് പൂരം കഴിഞ്ഞിട്ടാണ്. പക്ഷെ ഇവിടുത്തെ ഒരൊറ്റ തേക്കില്ലേ കണിക്കൊന്ന മൈതാനം എന്ന് പറയാൻ പറ്റൂ. നിറച്ച് കണിക്കൊന്ന വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വിഷു സ്പെഷ്യൽ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഫെജിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നത് കേട്ടോ. വരുന്ന വഴിക്ക് നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അവിടെ അങ്ങനെ ഇറങ്ങി ബാക്കി ഇവിടെ പച്ചക്കറി കടക്കി പറ്റിയതാണോ എന്നൊക്കെ നോക്കും. അവിടെ നിന്ന് നമ്മളൊരു ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കരിമ്പും ജ്യൂസൊക്കെ കുടിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിൽ ചെന്നിട്ടാണ് നമ്മുടെ ഇനി അടുത്ത പരിപാടികൾ നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. ഇതേ കണ്ടോ, ഇതാണ് നമ്മൾ ഫെജിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് സംഭവങ്ങൾ കേട്ടോ. 1 മിനിറ്റ് ഇരിക്കാൻ നേരമില്ലാത്തതിൻ്റെ ഇടയിലാണോ ശ്രീജ ഇതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ക്രാഫ്റ്റ് പരിപാടികൾ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. വിഷുവായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം ദിവസമായി. കഴിഞ്ഞ ദിവസം നമ്മുടെ ഓർണമെൻറ്റ്സ് ഉണ്ടല്ലോ, മാലയൊക്കെ നമ്മൾ ഇൻവിസിബിൾ ചെയ്യുന്നൊക്കെ മേടിക്കാൻ പോയപ്പോൾ ഞാൻ അവിടെ ഒരു സംഭവം കണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്ത് കൊണ്ടുവന്നായിരുന്നു. ഇന്ന് പോയപ്പോൾ അതിനുള്ള മെറ്റീരിയലും കൂടെ മേടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ നെറ്റിപ്പട്ടവും അതുപോലെ തന്നെ നമ്മുടെ പൂജാ റൂമിൻ്റെ മുമ്പിലിരിക്കുന്ന വെഞ്ചാമരം 3 ഉണ്ട്. അതൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ അവശേഷിപ്പുകളും ഒക്കെയാണ്. അതൊക്കെ കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ സംഭവം ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് കുറച്ച് ക്ഷമ വേണ്ട പരിപാടികളും അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി വേണ്ട പരിപാടികളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് അധികം ഉണ്ടായിട്ടുള്ള, അതായത് ഒരുപാട് ക്ഷമയും ഒരുപാട് ക്രിയേറ്റിവിറ്റിയും എനിക്കുള്ളത് കാരണം കൊണ്ട് ചെയ്യുന്നതല്ല. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനലായിട്ടുള്ള റിസൾട്ട് കാണുമ്പോൾ എനിക്ക് എന്തോ ഞാൻ വലിയൊരു തെറാപ്പി കഴിഞ്ഞ മൂഡിലേക്ക് എത്തും കേട്ടോ. എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വക സംഭവങ്ങളൊക്കെ അതിന് ആവശ്യമായിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഫെജിയിൽ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത്. ഈ മയിൽപ്പീലി ഞാൻ കുറച്ച് ദിവസം മുന്നേ മേടിച്ചുകൊണ്ട് വന്നത് നിങ്ങൾ കഴിഞ്ഞ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. എനിക്കിത് ഉണ്ടാക്കിയെടുക്കണം എന്ന് എന്തോ വലിയൊരു ആഗ്രഹം. നമ്മൾ എപ്പോഴും തൃശ്ശൂർക്കാരൻ മാത്രമല്ല, ഒരു കൃഷ്ണ ഡിവോട്ടി ആയിട്ടുള്ള എല്ലാവരും പറയുന്ന കാര്യമാണ് എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ ഗുരുവായൂരപ്പ. നമ്മൾ എന്ത് പറഞ്ഞാലും പറയും എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ ഗുരുവായൂരപ്പ എന്ന്. അപ്പോൾ കൃഷ്ണനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അത് കാരണം കൊണ്ട് നമുക്ക് വിഷുവും ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ വീട് പണി കഴിഞ്ഞ സമയത്ത് നമ്മൾ പൂജാ റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നായിരുന്നു ഈ ഒരു കുട്ടി കൃഷ്ണൻ എന്ന് പറയുന്നത്. ആളെ നമ്മളിങ്ങോട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ബേസ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ആ കേക്ക് ട്രേ. അത് നമ്മൾ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഗോൾഡൻ കളറിലുള്ളത് എല്ലാതും നമുക്ക് ഈ പുത്തമ്പള്ളിയുടെ അവിടെയുള്ള ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ. നമ്മളതൊന്ന് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ റൗണ്ടിൽ നമുക്ക് ഇതിനെ ഒട്ടിച്ചെടുക്കണം. ഫെവി ബോണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പശ നമുക്ക് മേടിക്കാൻ കിട്ടും. എന്നാൽ മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പറയുണ്ടായില്ലോ നമ്മുടെ മാലയൊക്കെ ഉണ്ടാക്കിയപ്പോൾ അതൊരു വരുമാന മാർഗ്ഗമാണെന്ന്. അതുപോലെ തന്നെയാണ് നെറ്റിപ്പട്ട ഉണ്ടാക്കലും അതുമായി ബന്ധപ്പെട്ട് ആലവട്ടം വെഞ്ചാമരം ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരു വരുമാന മാർഗ്ഗമാണ്. കുറച്ച് നേരം നമ്മൾ ക്ഷമയോടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ രീതിയിൽ ഇൻഡിപെൻഡൻ്റ് ആവാവുന്നതേ ഉള്ളൂ. നല്ല റേഞ്ച് ഉണ്ട് ഇതിന്. ഞാൻ അവിടെ വില ചോദിച്ചപ്പോൾ ഒരു 4500 റുപ്പീസാണ് പറഞ്ഞത്, 4500 രൂപ. നമുക്ക് അത്രയും ചിലവൊന്നും ഇല്ലാതെ തന്നെ അത്യാവശ്യം ടൈമൊക്കെ കൺസ്യൂം ചെയ്യുന്നൊരു പരിപാടിയാണെന്നുണ്ടെങ്കിലും ഒരു 3-4 എണ്ണമൊക്കെ വിറ്റഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക്
അത്യാവശ്യം നമ്മുടെ വിഷുവൊക്കെ അടിച്ചു പൊളിച്ച് പോകാനുള്ളത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ വട്ടനെ വെട്ടിയെടുക്കുകയാണ് മാർക്ക് ചെയ്തിട്ട്. ഇതിപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു DM ചെയ്യും, നോക്കട്ടെ, സമയം കിട്ടുകയാണെങ്കിൽ ഞാനും നിങ്ങൾക്ക് സെറ്റാക്കി തരാന്നേ. അപ്പോൾ നമ്മളിതാ ഇതിനെങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് മൊത്തത്തിൽ ടൈറ്റായിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കണം. ഇതാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും കളറുകളുണ്ട്, ഇപ്പോൾ ഗോൾഡൻ വേണ്ട സിൽവർ ഉണ്ടെന്നുണ്ടെങ്കിൽ സിൽവറിൽ ചെയ്യാം. സിൽവറിൽ ഗോൾഡൻ വരുമ്പോഴും ഗോൾഡ് സിൽവർ വരുമ്പോഴും ഒക്കെ അതൊക്കെ നമ്മുടെ യുക്തി പോലെ ഇരിക്കും. എപ്പോഴും നമ്മുടെ ഐഡിയ ആണല്ലോ ക്രാഫ്റ്റിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളിത് മൊത്തത്തിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് മാത്രമാണ് കേട്ടോ ഇതൊരു തെറാപ്പി ആവുള്ളൂ. അല്ലാത്തവർക്ക് ഇതൊക്കെ ഭയങ്കര പണിയായിട്ടാണ് ഫീൽ ചെയ്യുക. പക്ഷെ ഒരുവിധം ചേച്ചിമാരൊക്കെ നമ്മുടെ ചാനലിൽ കാണുന്നവർ ഈ വക പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കിയിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എന്തിൻ്റെ റെസിപ്പികൾ പോലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എനിക്ക് അയക്കാറുണ്ട്. ഈ ഫെബി ബോണ്ട് എന്ന് പറയുന്ന വശയ്ക്ക് 70 രൂപയുള്ളൂ കേട്ടോ. നമ്മുടെ ചെരുപ്പൊക്കെ ഒട്ടിക്കാനായിട്ട് അടിപൊളിയാണ്. ശ്രീകുട്ടൻ എന്താ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അമ്മ ബുദ്ധിമുട്ടെന്ന് കണ്ടപ്പോഴാണ് തോന്നുന്നു കൊച്ചിന് തോന്നിയത് അന്നൊന്ന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ള കാര്യം. അപ്പോൾ വെക്കേഷൻ ആയ കാരണം കൊണ്ട് ഒന്നും ചെയ്യാനില്ലാത്ത കാരണം കൊണ്ട് TV കാണലും ഇതുപോലത്തെ എൻ്റെ പിന്നാലെ നടന്ന ഓരോ പണികൾ ചെയ്യലാണ് പരിപാടി. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ആൾ കളിക്കാൻ പോകും, ഷട്ടിൽ ബാറ്റ് കളിക്കാനായിട്ട് നമ്മുടെ അമ്പലത്തിൻ്റെ അവിടേക്ക് പോകും. ഇപ്പം ഏകദേശം വൈകുന്നേരം ശ്രീകുട്ടൻ പോകേണ്ട നേരമായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇയർബഡ്സ് വന്നിട്ടുണ്ടായിരുന്ന ഒരു കവർ ഉണ്ടല്ലോ, കവറല്ലടാ പെട്ടി, അതാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനെ നമുക്കൊന്ന് കവർ ചെയ്യണം കൃഷ്ണനെ വെക്കാൻ വേണ്ടിയിട്ട്. ഇത് മുന്നോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് നമ്മൾ ഇത് എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം. ഈ വെൽവെറ്റ് തുണി അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് അവിടെ കിട്ടും കേട്ടോ. ഇത് ഓൺലൈനൊന്നും അവൈലബിൾ ആണോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ ചെന്നാൽ അവർ വീഡിയോ എടുക്കാൻ പോലും സംഭവിക്കാറില്ല. അത് കാരണം കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒന്നും എടുത്ത് പറയാണ്ടിരുന്നത്. ഇതാണ് നമ്മുടെ ഫെവി ബോണ്ട്. ഫെവി ബോണ്ടിനാണ് ഞാൻ പറഞ്ഞ 70 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് 4 സൈഡാക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് 2 എണ്ണവും നമുക്ക് ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. വുഡിൻ്റെ ഒരു ബേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും സ്റ്റേബിളായിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് വുഡൊന്നും വേണ്ടല്ലോ. നമ്മൾക്ക് ഇതിപ്പോൾ കണിയിൽ വെക്കാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നതെന്ന് വിചാരിച്ച് ഞാൻ വുഡൊന്നും എടുത്തില്ല. ഈ കാണുന്ന ഈ ഒരു മുകളിലത്തെ ഭാഗം ഉണ്ടല്ലോ, അതാണ് സ്റ്റേജായിട്ട് വരുന്നത്. അതും നമുക്ക് ഇതുപോലെ ആക്കിയെടുത്ത് ഇങ്ങനെ കാണുന്ന രീതിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് അലങ്കാര പണികൾ നമുക്ക് നമ്മുടെ യുക്തി പോലെ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു സംഭവമാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ ബ്ലൗസിൻ്റെ ഒക്കെ സ്കാലപ്പ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അത് നമ്മളിങ്ങനെ വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്, എന്നിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അതാണെങ്കിൽ നമുക്ക് ഓരോരോ ലെയറുകളായിട്ട് വെട്ടിയെടുക്കാൻ പറ്റും. അത് നമ്മുടെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യാം. നമുക്ക് എത്രത്തോളം സമയമുണ്ടോ, നമുക്ക് എത്രത്തോളം ക്രിയേറ്റിവിറ്റി ഉണ്ടോ, അത്രത്തോളം ഭംഗിയാക്കാൻ നമ്മുടെ ഈ ഒരു വിഷുവിന് ഒരുങ്ങുന്ന കൃഷ്ണനെ. അങ്ങനെ നമ്മൾ അതുമേ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. റെഡിൽ ഈ ഗോൾഡൻ ഷെയ്ഡ് വന്നപ്പോൾ ഒരു റിച്ച് ലുക്ക് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ കൃഷ്ണനെയും അവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പശ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം പിടിക്കും ഇതൊന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടേ. ഒട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒട്ടി തന്നെ ഇരുന്നോളും. അപ്പോൾ നമ്മൾ കുറച്ച് അധികം നേരം തന്നെ ഇങ്ങനെ നൂല് പോലെ വരും ഇതിങ്ങനെ ഡ്രൈ ആവുമ്പോൾ. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം. പശ എല്ലായിടത്തും ആക്കിയിട്ടുണ്ടെങ്കിൽ ആകെ വൃത്തികേടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. ഈ ഒരു സംഭവത്തിന് നമ്മൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഐഡിയ പോലെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ എന്താണ് ഉണ്ടാക്കിയെടുക്കാൻ പോണേന്നുള്ള ഒരു ഐഡിയയും ഭാഗ്യന് ഇല്ലാത്ത കാരണം കൊണ്ട് ഭാഗ്യൻ എന്തൊക്കെയോ ഐഡിയകൾ എനിക്ക് പറഞ്ഞു തന്നിട്ട് പോണ പോക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മുത്തുക്കുട. നമുക്ക് തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും കുടമാറ്റം ഓർമ്മ വരുന്നുണ്ടാവില്ല ഇത് കാണുമ്പോൾ. നമ്മുടെ പൂരത്തിന് പലതരത്തിലുള്ള കുടകൾ, എൻ്റെ ദൈവമേ, മിസ്സിയൊക്കെ വന്നിട്ടുള്ള കൊല്ലം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അതേ കണ്ട അതിൻ്റെ ഇടയിൽ ആളുടേതായ കുറേ ഐഡിയകളൊക്കെ പറഞ്ഞിരുന്നുണ്ട്. ആൾക്ക് ഇത് എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ആദ്യം ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ റീൽ കണ്ടപ്പോൾ, ഇൻസ്റ്റാഗ്രാമിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് പല സൈറ്റുകൾ അവൈലബിൾ ആണ്. പക്ഷെ ഞാനത് ഫെജിയിൽ കണ്ടപ്പോഴാണ് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ വലിയൊരു ചെടിച്ചട്ടി കയറ്റി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് അധികം നേരം വേണം അത് ഉണങ്ങാൻ വേണ്ടിയിട്ടേ. അതാണ് ഡിയർ അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ആലവട്ടം വെഞ്ചാമരം, ഇത് രണ്ടും എനിക്ക് ഇപ്പോഴും തെറ്റും. അതിലേതോ ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. തൃശ്ശൂർക്കാർക്ക് ഇതൊന്നും തെറ്റാൻ പാടില്ല എന്നാ. അങ്ങനെ തൃശ്ശൂർക്കാരൊന്നുമില്ല. നമ്മൾ ഇത്രയും പൂരത്തിനെ കൊണ്ടാടുന്ന ആൾക്കാരായിട്ട് ഇതൊക്കെ മനസ്സിലാക്കി വെക്കേണ്ടേ ശ്രീജാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാവിൻ്റെ തുമ്പത്തുണ്ട്, ഇങ്ങോട്ട് വരാത്തതാന്ന് പറഞ്ഞ് രക്ഷപ്പെടാം നമുക്ക്. അപ്പോൾ നമ്മൾ വെഞ്ചാമരം ഉണ്ടാക്കാൻ പോവാണ്. വെഞ്ചാമരത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും അതുപോലെ തന്നെ ഉണ്ട്. നമ്മളൊന്ന് അസംബിൾ ചെയ്ത് നമ്മുടെ ക്രിയേറ്റിവിറ്റി അതിൽ കൊണ്ടുവരണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ചുറ്റും നമുക്ക് വേണമെങ്കിൽ മയിൽപ്പീലി ഒട്ടിച്ചു കൊടുക്കാം. ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ ഫ്രെയിമിൻ്റെ മുകളിലേക്ക് നിൽക്കണം, എന്നാൽ മാത്രമാണ് അത് വിസിബിൾ ആവുള്ളൂ. അപ്പോൾ നമുക്ക് അതൊരു കാർഡ്ബോർഡിൽ ഒട്ടിച്ചു കൊടുക്കണം. ഇത്രയും വിശദമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനേക്കാൾ നല്ല ഐഡിയയിൽ ചെയ്തെടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജൊക്കെ തുടങ്ങി ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒരു ജീവിതമാർഗം കണ്ടുപിടിക്കൂ. നമ്മളെല്ലാവരും നമ്മുടെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുന്നേക്കാൾ എത്രയോ ഭേദമാണ് നമ്മുടേതായ രീതിയിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി കൊണ്ട് നമ്മുടെ തല ഉപയോഗിച്ച് നമ്മൾ കാശുണ്ടാക്കുന്നത് അല്ലേ.
അപ്പോൾ ഇതിനൊക്കെ ഒരു പേരുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കൃഷ്ണന്റെ ബാക്കിലിരിക്കുന്ന ആ ഒരു സംഭവത്തിനൊക്കെ. അതൊന്നും ഞാൻ യൂസ് ചെയ്തില്ല. കാരണം നമുക്ക് അങ്ങനെ വിചാരിച്ച മൂഡിൽ അങ്ങോട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ ആദ്യമായിട്ടല്ലേ ഉണ്ടാക്കുന്നത്, ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ. അത് നമ്മൾ കുറച്ച് പതുക്കെ പതുക്കെ ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് ടൈം കൺസ്യൂം ചെയ്യുന്ന പരിപാടിയാണ്. പിന്നെ ആ പശു ഒന്നും എവിടെ ആവാണ്ട് നോക്കണം. ആയിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ റബ്ബർ ബാൻഡ് പോലെ വലിഞ്ഞു പോരും. പക്ഷെ കുറച്ചധികം നേരം പിടിക്കും. ഈ മയിൽപ്പീലി കാണുമ്പോൾ പൊതുവെ നമുക്കൊരു പാട്ട് ഓർമ്മ വരും ഇല്ലേ? കോലക്കുഴൽ വിളി കേട്ടോ രാധേ എൻ രാധേ. കാരണം ആ ഒരു മയിൽപ്പീലിയും ആ പാട്ടിനായിട്ട് എന്തോ ഒരു അഭേദ്യമായ ബന്ധമുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് ഷോയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇതിനെ വെട്ടിയെടുക്കണം. ഇത് വെട്ടിയെടുക്കൽ കുറച്ചൊരു പണിപ്പെട്ട പരിപാടിയാണ് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മയിൽപ്പീലി വെട്ടുക എന്ന് പറയുമ്പോൾ എവിടെയോ ഒരു സങ്കടം അങ്ങനെ ഉണ്ടായിരുന്നു. 10 രൂപയാണ് മയിൽപ്പീലി. നമുക്ക് കോറപ്പത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തൃശ്ശൂർ ഒരു ഷോപ്പുണ്ട്, അവിടെ നമുക്ക് മയിൽപ്പീലി കിട്ടും. വലിയ സൈസ് മയിൽപ്പീലിക്ക് 15 രൂപ, ചെറിയ സൈസ് മയിൽപ്പീലിക്ക് 10 രൂപ. ഇതിനെ ഓരോ അളവിൽ വെട്ടിയെടുക്കണം. ഇതും കുറച്ച് നമുക്ക് എന്താ പറയുക ടൈം പോകുന്ന പരിപാടിയാണ്. ഓരോന്നും വെച്ച് 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 വേണം നമുക്ക് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ചിലതിന് പീലി കുറവായിരിക്കും, ചിലതിന് വലിപ്പം കുറവായിരിക്കും. അപ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വലിപ്പം നോക്കി തന്നെ മേടിക്കുക. എല്ലാം ഒരേ അളവിലുള്ളത് തന്നെ നോക്കി മേടിക്കുകയാണെങ്കിൽ ഇത്ര പണി വരില്ല. പിന്നെ ഇത് നമ്മൾ ഇതിങ്ങനെ വെട്ടി നമ്മൾ മുടിയൊക്കെ വെട്ടുന്ന പോലെ ഇങ്ങനെ വെട്ടി സെറ്റാക്കി ഒരേ അളവിലാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടിച്ച് കഴിയുമ്പോഴും നല്ല യുണീക്കായിട്ട് നിൽക്കുകയും ചെയ്യും. അല്ല ഇങ്ങനെ എന്താ പറയുക, നല്ല ഒരേ നിരയിലും വരിയിലും നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത പരിപാടി കേട്ടോ. മയിൽപ്പീലി എന്ന് പറയുന്നത് ഭയങ്കര റിച്ച് ലുക്കാണ് തരിക കേട്ടോ. ഇതിനെ വേറെ രീതിയിലും അവിടെ ചെയ്ത് വെച്ചത് ഞാൻ കണ്ടായിരുന്നു. നമ്മൾ ഈ വുള്ളൻ നൂലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട്, അതായത് നമ്മുടെ നെറ്റിപ്പട്ടത്തിൻ്റെ താഴെ വരുന്ന നൂലൊക്കെ വെച്ച് ചെയ്തതൊക്കെ കണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്തോ മയിൽപ്പീലി തന്നെയാണ് കുറച്ചും കൂടി ഇമ്പ്രസീവായിട്ടും ഭയങ്കര റോയൽ ലുക്ക് തരുന്ന രീതിയിലും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ ഇതുമേ ഈ ഒരു സംഭവമാണ് വെക്കാൻ പോണത്. പണ്ട് നമുക്ക് നെറ്റിപ്പട്ടത്തിൻ്റെ ഒപ്പം മുല്ലമുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ കിട്ടുന്ന രീതിയിലുള്ളതാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം നെറ്റിപ്പട്ടമൊക്കെ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് വരുന്നത്. ഇതൊക്കെ ഒന്ന് അസംബിൾ ചെയ്തെടുത്താൽ മതി നെറ്റിപ്പട്ടത്തിലേക്ക് ആയാലും. അപ്പം നെറ്റിപ്പട്ടത്തിൻ്റെ ഒപ്പം മേടിച്ചത് തന്നെയാണ് അതൊക്കെ കേട്ടോ. അതിൽ ബാക്കി വന്നത് നമ്മളിവിടെ അസംബിൾ ചെയ്യുന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ ഒപ്പം മേടിച്ചതാണ്. ഇതിവിടെ ഇരിക്കുന്ന കാരണം കൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇതൊന്ന് ചെയ്ത് നോക്കാമെന്ന്. സത്യം പറഞ്ഞാൽ ബാക്കി വന്ന പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനം എന്ന് വേണമെങ്കിൽ അതും കൂടി പറയാം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ചെന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെയിലും കുറച്ച് പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ, ഒരുപാട് പൈസയൊന്നും കൊടുത്ത് മേടിക്കേണ്ടി വരില്ലെന്ന്. പക്ഷേ ഇത് ഒരുപാട് പൈസയൊന്നും ചിലവാകുന്നതൊന്നും അല്ല കേട്ടോ. പക്ഷേ നമ്മുടെ പൂജാ റൂമിലൊക്കെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വിഷുക്കണിയിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു റിച്ച് ലുക്ക് ഉണ്ടാവുന്നു മാത്രം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാമെന്നേ പറയുള്ളൂ, ഞാൻ ഉറപ്പൊന്നും പറയില്ല. പക്ഷെ എനിക്കത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും പല രീതികളിൽ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഒരാഗ്രഹം. നമ്മുടെ വീട്ടിൽ ഒരുപാടെണ്ണമൊന്നും വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് DM ചെയ്യൂ, ഞാൻ ട്രൈ ചെയ്ത് നോക്കി വെക്കാം തരാൻ വേണ്ടിയിട്ട്, വിഷുവിന് മുമ്പ് തരാൻ വേണ്ടിയിട്ട്. പിന്നെ അയച്ചു തരലൊന്നും നടക്കില്ലടാ, ഇതൊക്കെ നമ്മൾ വന്ന് മേടിക്കൽ ഇനിയേ നടക്കുള്ളൂ. പിന്നെ അതിൻ്റെതായ രീതിയിലൊക്കെ പാക്ക് ചെയ്താൽ പോകുന്നു തോന്നണു അല്ലേ. എനിക്ക് കുറച്ച് ഗോൾഡൻ വെച്ചപ്പോൾ തോന്നി എന്നാൽ പിന്നെ കുറച്ച് സിൽവറും കൂടെ ആയാലോ എന്ന്. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, തികയാണ്ടെന്നുള്ള ആ ഒരു പരാതി ഞാൻ പറയണില്ല. ഇതെനിക്ക് ഒരു ലെയറും കൂടെ ഒട്ടിക്കണം എന്ന് തോന്നി. ഈ ഒരു നമ്മുടെ മയിൽപ്പീലിയുടെ ആ ഒരു കടഭാഗം ഉണ്ടല്ലോ, അത് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ വീണ്ടും അതങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് പല രീതിയിൽ അവർ വേറെ ഒരുപാട് മോഡലുകൾ, ഇപ്പോൾ മുല്ലമുട്ട്, അതുപോലെ തന്നെ ഈ നമ്മുടെ സർപ്പത്തിൻ്റെ ശിരസ് പോലെ ഇരിക്കുന്ന ആ ഒരു മോഡലിലുള്ള ചില ബീഡ്സുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു രീതിയിൽ മൊത്തത്തിൽ ഈ സിൽവറും അതുപോലെ തന്നെ ഗോൾഡനും കൂടി കമ്പൈൻ ചെയ്തു എന്ന് മാത്രം. ഇങ്ങനത്തെ ഒക്കെ വലിയ വലിയ പാക്കറ്റുകൾ കിട്ടും. ഇതാണ് നമ്മൾ നമ്മുടെ ഈ ഒരു നെറ്റിപ്പട്ടത്തിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. നെറ്റിപ്പട്ടം ഉണ്ടാക്കണതും ഇതുപോലെ തന്നെ അത്യാവശ്യം കുറേ ടൈം കൺസ്യൂം ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷെ നമ്മളിതൊരു കടയിൽ ചെന്ന് മേടിക്കാൻ സമയത്താണ് നമുക്ക് തോന്നുക ഇത് എത്ര എക്സ്പെൻസീവ് ആണെന്ന്. ഒരു 9,000 എബവ്, ഒരു 9,000 രൂപയുടെ മുകളിലൊക്കെയാന്ന് തോന്നുന്നു ഇപ്പോൾ നല്ല വലിപ്പമുള്ള ഒരു 5-6 അടിയൊക്കെ വലിപ്പമുള്ള നമ്മുടെ ഈ ഒരു നെറ്റിപ്പട്ടത്തിന് വില വരുന്നത് കേട്ടോ. ഞാൻ അവിടെ അങ്ങനെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സമയം കുറച്ച് വേണം, പക്ഷെ അതുമായി ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ ഫൈനലി ഈ ബേസും കൂടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫൈനൽ കണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം ഞാൻ വിചാരിച്ച
അത്ര അങ്ങട് കുഴപ്പമില്ല. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല ചെയ്തെടുക്കുമ്പോ. പക്ഷെ ഇതിങ്ങനെ കണിയിലിരിക്കുമ്പോ ഒരു ഭയങ്കര സന്തോഷണ്ടാവും. കാരണം നമ്മള് നമ്മുടെ കൈകൊണ്ട് ചെയ്തെടുത്തതല്ലേ. പിന്നെ നമുക്ക് അരികത്ത് നമ്മുടെ ഈ ഒരു മയിൽപ്പീലിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ചും കൂടി ഒന്ന് വിരിഞ്ഞ് നിന്നോട്ടെ, കുറച്ചും കൂടി വലിപ്പം കൂടി ഫീൽ ചെയ്തോട്ടെ വിചാരിച്ചിട്ടാണ് ആ ട്രിം ചെയ്യുന്നത് ഇത്തിരി കുറച്ചത് കേട്ടോ. അപ്പോൾ ഇതിന്റെ അടുത്ത് നമ്മുടെ ഈ ആലവട്ടത്തിന്റെ ചുറ്റും വേണമെങ്കിൽ നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം നമ്മുടെ ഈ ഒരു മയിൽപ്പീലി. പിന്നെ ഞാൻ കൃഷ്ണന്റെ ആ ഒരു ബേസും അതുപോലെ തന്നെ തലയുടെ പിന്നിലും ഈ ബീഡ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതിന് പതുക്കെ ഈ പൂജാ റൂമിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ. അങ്ങനെ ഫൈനലി വൈകുന്നേരമായപ്പോൾ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പാതിരാത്രിയായിട്ടോ. ശ്രീകുട്ടനും ഭാഗ്യനൊക്കെ കളിക്കാൻ പോയിരിക്കും. ഇവിടെ അമ്പലത്തിൽ ഷട്ടിൽ ബാറ്റ് കളിക്കുന്നുണ്ട്. അപ്പോൾ അവരവിടെ നമുക്ക് എന്തെങ്കിലും കഴിക്കേണ്ട, എനിക്ക് വിശക്കണൂൻ്റെ വീട് എവിടെയാണെന്ന് ചോദിക്കേണ്ട അവസ്ഥയല്ലേ. അപ്പോൾ അതേ കണ്ട, ഇത് നമുക്ക് നമ്മുടെ പൂജാ റൂമിൽ ഇനി അവർ വരുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അവർ വരുമ്പോൾ പൂജാ റൂം തുറന്ന് കാണിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ കൃഷ്ണനൊക്കെ വെച്ചുണ്ടാക്കിയാൽ നമ്മുടെ പൂജാ റൂമിലല്ല വെക്കണ്ടേ. അപ്പം ഞാൻ എന്താ നമ്മുടെ ഈ ഒരു സംഭവം നമ്മുടെ എന്താ പറയുക, ഇങ്ങനെ വെഞ്ചാമരോ കൃഷ്ണൻ വെഞ്ചാമരത്തിൽ ഉറങ്ങുന്ന കൃഷ്ണനോ വാട്ടവർ, അത് നമുക്ക് പതുക്കെ അവിടെ കൊണ്ട് വെക്കാം കേട്ടോ. കണി വെക്കാനായിട്ട് അടിപൊളിയല്ലേ. ഇത്തിരി കൂടെ വലിയ കൃഷ്ണനാണെങ്കിൽ എന്നുള്ളൊരു ഒപ്പീനിയൻ നിങ്ങൾക്ക് ഉണ്ടോ? ചേച്ചി കാണിച്ചിട്ട് ചേച്ചി പറഞ്ഞു കുറച്ചും കൂടി വലിയ കൃഷ്ണനാവണതാണെന്ന് മാളോന്ന് പറഞ്ഞു. കുഴപ്പമില്ല, നമ്മുടെ ഇതുള്ളൂ, അതുണ്ടെങ്കിൽ എവിടെയൊക്കെ കാണുള്ളൂ. എങ്ങനെയുണ്ട് അവര് വരുമ്പോഴേക്കും കൃഷ്ണൻ ഇങ്ങനെ ഉണ്ടാക്കി നിങ്ങളും കണ്ടാണ് വിഷു. ബാഗിന്റെ അപ്രിസിയേഷനും കൂടി ആയപ്പോഴേ എന്റെ മനസ്സങ്ങോട്ട് നിറഞ്ഞു കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാടാ. അതൊരു ടാസ്ക് ആയിരുന്നു. കാലത്ത് പോയതല്ല നമ്മള്, ഇവിടെ ചോറും കറിയും ഒന്നുമില്ല. അപ്പൊ ഭാഗ്യം പറഞ്ഞു എന്തായാലും കുറുമക്കറി ഇരിക്കണ്ടല്ലോ, കുറച്ച് ഗോതമ്പ് ദോശ ഉണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കി. ഇനി നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് നോട്ട് എഴുതണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അതും കഴിഞ്ഞിട്ട് വേണം നമുക്ക് കിടക്കണമെങ്കിൽ. ഇന്നെടുത്ത പോർഷൻസ് ഒന്ന് കളിച്ച് നോക്കണം കുച്ചിപ്പുടി. അപ്പോ നമുക്ക് ശതപടയെന്ന് കുറച്ച് ഗോതമ്പ് ദോശ ഉണ്ടാക്കി കൊടുക്കാൻ ഭാഗ്യം. ഞാൻ കാലത്ത് നമ്മുടെ ആ പൂരി 2 അതുപോലെ തന്നെ നമ്മുടെ കുറുമക്കറിയും കഴിച്ചിട്ട് പോയ പോക്കാണ് കേട്ടോ. പിന്നെ ഞാനൊരു വണ്ടർ കേക്കിന്റെ 2 പീസാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ ഭക്ഷണം കഴിക്കാണ്ട് എന്തോരം നേരം വേണമെങ്കിലും ഇരിക്കും. അതാന്ന് തോന്നുന്നു നമുക്ക് ഈ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കണമെന്ന് അറിയാം എന്നുണ്ടെങ്കിലും എന്താണെന്നറിയില്ല, അതങ്ങോട്ട് ശീലമായിപ്പോയി. നമ്മുടെ സാധാരണ ദോശ ഉണ്ടല്ലോ, അത് സെറ്റാക്കി എടുക്കാൻ പോവാണ്. ഇന്ന് വൈകുന്നേരത്തേക്ക് ഗോതമ്പ് ദോശയും അതുപോലെ തന്നെ നമ്മുടെ കുറുമക്കറിയും പിന്നെ മധുരടാത്ത കട്ടൻ ചായയാണ് കേട്ടോ. 10 പൂരി ഉണ്ടാക്കിയതിൽ 2 എപ്പോഴും ബാക്കിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു 3-4 ദോശ ഉണ്ടാക്കിയിട്ട് ബാക്കി പൂരി ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ദിവസം പൂരി ദിവസമായിരുന്നു. പൂരി മാത്രമാണ് അകത്ത് ചെന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറുമക്കറി അത്യാവശ്യം നല്ല ഡ്രൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോഴേക്കും. അത് തന്നെയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഈ ഉപ്പേരി കൂട്ടി കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ദോശയൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോഴാണ് നമ്മുടെ പ്രിയൂരുമാങ്ങ ഉണ്ടല്ലോ, ചിലയിടത്ത് പ്രിയൂരുമാങ്ങ എന്ന് പറയും, അത് കുറച്ച് ഭാഗ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പ്രിയൂരുമാങ്ങ പച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ പച്ചയ്ക്ക് ചെനച്ചതൊക്കെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അത് പഴുത്തു. അപ്പോൾ ഇനി നാളേക്ക് ഇരുന്നിട്ടുണ്ടെങ്കിൽ അതെന്തായാലും കേടായിപ്പോവും. അപ്പോൾ നമുക്ക് ഇന്ന് അതുകൊണ്ട് ജാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കലും ജാമ പരിപാടിയും ഒരുമിച്ച് നടത്താമെന്ന് വിചാരിക്കുകയാണ്. സമയം ഏകദേശം പാതിരാത്രി ആയിട്ടുണ്ട് കേട്ടോ. എന്നാലും വൈകുന്നേരം കിടന്നുറങ്ങുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. എന്തൊക്കെയോ ചെയ്ത് തീർത്ത ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഡയറി സാറ്റിസ്ഫാക്ഷൻ.
മാങ്ങ മൊത്തം തൊലി കളയുന്നത് കണ്ടപ്പോൾ ഭാഗ്യൻ വന്ന് പറഞ്ഞു, മാങ്ങ ഞാൻ തൊലി കളഞ്ഞോളാം, മോൻ പോയി കുളിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഭാഗ്യൻ്റെ സഹായത്തോടു കൂടെ നമ്മൾ ഈ ഒരു മാങ്ങ ജ്യൂസ് തയ്യാറാക്കാൻ പോവാണ്. ജ്യൂസ് അല്ലടാ, സ്ക്വാഷ് തയ്യാറാക്കാൻ പോവാണ്. ജാമു എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ അവർ രണ്ടാളും കഴിച്ചിട്ട് വരട്ടെ. ഒരു ദോശ ശ്രീകുട്ടനും ബാക്കി 3 ദോശ ഭാഗ്യനും എന്നുള്ള രീതിയിൽ നമ്മൾ പങ്കുവെച്ചിട്ടുണ്ട്. അഹങ്കാരം നോക്കിയാണോ നമ്മളെ മാന്തള കുടുംബത്തിൽ നിന്ന് ഇറക്കി വിട്ടത്? അത് നോക്കിയാണോ നമ്മൾ ഈ ചായപ്പിലോട്ട് കയറിയത്? അതൊന്നുമില്ലാത്ത കാലം ഇപ്പൊ ഇവിടെ നിന്ന് വന്നു. ജീവിതത്തിന് സുഖം കൂടുമ്പോഴാണ് പേടിയും കൂടുന്നത്. ഞാൻ ജീവിക്കാൻ ഇറങ്ങി തിരിച്ചവന് എനിക്കൊരു കാലത്തെയും പേടിയും. മാന്തളിരിലെ ബെന്യാമിൻ്റെ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ അങ്ങനത്തെ പുസ്തകങ്ങൾ വായിക്കുമ്പോഴേ നമുക്ക് നമ്മുടെ പൂർവികരെ കുറിച്ച്, അവർ ജീവിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല അറിവുണ്ടാവും. ഇതൊന്ന് ശ്രീകുട്ടനെ നമ്മുടെ തല്ലൂർ വീട്ടിലത്തെ വിന്റേജിന്റെ മോഹനേട്ടൻ്റെ അപ്പൊക്കെ ഉണ്ടല്ലോ, അവിടെയാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം പിള്ളേർക്ക് എന്തെങ്കിലും മേടിച്ചോണ്ട് പോകാൻ വെച്ചിട്ട് ബേക്കറി കയറിയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ നല്ല രസമുള്ള ബണ്ണ് ഞാൻ എന്തായാലും ബണ്ണ് അവസാനിപ്പിച്ചു. നാളെ ബണ്ണ് വെച്ച് എന്തെങ്കിലും നമുക്ക് ഉണ്ടാകാം. നാളെ ബണ്ണ് വെച്ച് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. തിരിഞ്ഞില്ലേ മാന്തളിയിൽ നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. എനിക്കൊരു 10,000 രൂപ ഇവിടെ കിട്ടാതെ ഞാൻ ഈ പടി ഇറങ്ങുമെന്ന് ഒരുത്തി വിചാരിക്കണ്ട. ക്ലാസ്സിൽ നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അത് ഉണ്ടാക്കാനുള്ള ഒരു ത്വരയിൽ ഓടി വന്ന് അവിടെ ഇരുന്നത് ഉണ്ടാക്കി തുടങ്ങിയതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ശ്രീകുട്ടനും ഭാഗ്യനും കൂടെ പോയപ്പോൾ കിട്ടിയതാപ്പൊന്ന് വിചാരിച്ച് ടച്ചിനിരുന്ന് പണിത്. അത് കാരണം കുളിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കാക്ക കുളിയൊക്കെ കുളിച്ച് വന്നിട്ടുണ്ട്. കാക്ക നന്നായി കുളിക്കും തോന്നുന്നു, എന്നേക്കാളും നന്നായി കാക്ക കുളിക്കും തോന്നുന്നു. അങ്ങനെ നമ്മൾ ഈ വക സംഭവങ്ങളൊക്കെ ചെറുതായി അരിഞ്ഞിട്ടിട്ട് നമ്മളിതാ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും നമ്മളിങ്ങനെ തരിയില്ലാണ്ട് അടിച്ചെടുക്കണം കേട്ടോ. വെള്ളവും ചേർക്കണ്ട, ഒട്ടും വെള്ളം ചേർക്കാണ്ട് തന്നെയാണ് അടിച്ചെടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല മോശമായിട്ടുള്ള ഒരു മാങ്ങയായിരുന്നു പ്രിയൊരു മാങ്ങ എന്ന് പറയുന്നത്. ഒരുപാട് പഴുത്തിട്ടില്ല, അന്ന് ഒട്ടും പുളി ഉണ്ടാവില്ല. പുളിയില്ലാത്ത കാരണം കൊണ്ട് ഇവിടെ നമുക്ക് ജാമിൻ്റെ ഉള്ളിലൊക്കെ പുരട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ പുളി വേണമെന്നുള്ളവരാണെങ്കിൽ ഇത് ജസ്റ്റ് ഏറ്റവും അവസാനമാകുമ്പോൾ കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചാൽ മതി, കുരുവില്ലാണ്ട്. പഞ്ചസാര ധാരാളം കഴിക്കേണ്ടി വരും കേട്ടോ. അതാണ് ഒരു ബാക്ക് പോയിന്റ് എന്ന് പറയുന്നത്. എങ്കിലും നമ്മൾ കടയിൽ നിന്നൊക്കെ പ്രിസർവേറ്റീവ്സ് ചേർത്ത് കൊടുത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നതൊക്കെ എത്രയോ ബെറ്റർ ആണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മളത് നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒരു മഞ്ഞ കളറിലുള്ള ജെല്ലി പോലെയാവും അത്. അപ്പോഴാണ് അത് നമ്മളതിൻ്റെ ഇളക്കം നിർത്തേണ്ടത്. നമ്മുടെ ഇളക്കല്ല, അതായത് നമ്മുടെ മാങ്ങ ഇളക്കുന്നത് നിർത്തേണ്ടത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് സെറ്റാക്കാം. മാന്തളിൽ മത്തായി വീട് വിട്ടു പോയി എന്നൊരു വർത്തമാനം അപ്പോഴേക്ക് ദേശം മുഴുവൻ വളർന്നു കഴിഞ്ഞു. അതിനെ ചുറ്റിപ്പറ്റി അനേകം കഥകൾ. അങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആയി വന്നപ്പോൾ അത് പൊട്ടി തെറിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നിർത്തി. എന്നിട്ട് ഞാനതിൽ ബാക്കി വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ആ ഒരു കയ്യിലുണ്ടല്ലോ, അത് മധുരമൊന്നും ഇടാതെ വെറുതെ ഒരു വെള്ളത്തിൽ ഇങ്ങനെ കഴുകി എടുത്തിട്ട് കുടിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ലൊരു മാങ്ങയുടെ ഫ്ലേവറൊക്കെ ആയിട്ട് ഒരു അടിപൊളി ജ്യൂസ്. എനിക്കാണെങ്കിൽ നല്ല ദാഹം ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ അത് കുടിച്ച് കഴിച്ച് നമ്മുടെ ഒരു ദിവസത്തിന് നമ്മളിവിടെ വിരാമം ഇടാണ്. എത്ര പ്രൊഡക്റ്റീവായിട്ടാണ് നമ്മുടെ ഓരോരോ ദിവസങ്ങളും പോയി പോകുന്നത് അല്ലേ? ഭയങ്കര സന്തോഷമാണ് അങ്ങനത്തെ ദിവസങ്ങൾ. എല്ലാ ദിവസങ്ങളും ഇങ്ങനെയായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ചില ദിവസങ്ങൾ വളരെ വേസ്റ്റായിട്ടും പോകാറുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഒരുപോലെ ആവണം എന്ന് ആഗ്രഹിക്കാൻ പാടില്ല. നമ്മളത് അത്യാഗ്രഹമായി പോവും. എന്നാലും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മുടെ ദിവസങ്ങൾ വളരെ മനോഹരമാക്കാം. അപ്പോൾ അടുക്കളയിലത്തെ ബാക്കി പരിപാടികളും കുറച്ച് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മടങ്ങാണ്. നാളെ നമുക്ക് ഇതിലും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. ശ്രീജ.